ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് SCERT ക്ലാസ് 9 ചാപ്റ്റർ 2 ന്യൂ നമ്പേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 29 ക്വസ്റ്റ്യൻ നമ്പർ 1 and 2 ആണ്. The hypotenuse of a right triangle is 1/2 meter and one of the other side is half meter. Calculate its perimeter up to centimeter. ഒരു മട്ട ത്രികോണത്തിൻ്റെ കർണം 1.5 മീറ്ററും മറ്റൊരു വശം 1/2 മീറ്ററുമാണ്. അതിൻ്റെ ചുറ്റളവ് സെൻറ്റിമീറ്റർ വരെ കൃത്യമായി കണക്കാക്കുക. നമുക്ക് തന്നിട്ടുള്ള മെഷർമെൻറ്റ് മീറ്ററിലാണ്, നമുക്ക് പെരിമീറ്റർ കാണേണ്ടത് അല്ലെങ്കിൽ ചുറ്റളവ് കാണേണ്ടത് സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ആദ്യം മീറ്ററിൽ കണ്ടിട്ട് പിന്നെ നമുക്കതിനെ സെൻറ്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ ഈ മീറ്ററുകളെ നമ്മൾ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റിയിട്ട് ചെയ്താലും മതി. അപ്പോൾ നമുക്ക് വലിയ നമ്പറൊക്കെ വരും. അതായത് ഹൈപ്പോട്ടനസ് കാണണമല്ലോ, മൂന്നാമത്തെ സൈഡ് കാണണമല്ലോ. അപ്പോൾ പൈതഗോറസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ 1.5 മീറ്റർ എന്ന് പറയുമ്പോൾ 150 സെൻറ്റിമീറ്റർ ആണ്. 1/2 മീറ്റർ എന്ന് പറയുമ്പോൾ 50 ആണ്. അപ്പോൾ 150ൻ്റെ സ്ക്വയർ എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് ആദ്യം മൂന്നാമത്തെ സൈഡ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നത് പ്രകാരം നമുക്ക് ഹൈപ്പോട്ടനസ് 1.5 മീറ്റർ എന്നും ഒരു സൈഡ് 1/2 മീറ്ററും തന്നിട്ടുണ്ട്. ഇനി പൈതഗോറസ് വെച്ചുകൊണ്ട് നമുക്ക് മൂന്നാമത്തെ കാണാം. എന്താണ് പൈതഗോറസ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് പൈതഗോറസ്, അല്ലേ? A²+B² = അതാണ് നമ്മുടെ പൈതഗോറസ് തിയറം എന്ന് പറയുന്നത്. അതിൽ എച്ച് മാത്രം ഒന്ന് ഫിക്സ് ചെയ്താൽ മതി. 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് എച്ച്. എയും ബി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എഴുതി കുഴപ്പമൊന്നുമില്ല. ഒന്നെങ്കിൽ ഇവിടെ എ എടുക്കാം, ഇവിടെ എ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ബി ആയിരിക്കും. ഇനി താഴെ നമ്മൾ എ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് എന്തായിരിക്കും? ബി ആയിരിക്കും. പക്ഷേ ഹൈപ്പോട്ടനസ് എപ്പോഴും 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് വരണം എന്നുള്ള കാര്യം നിർബന്ധമാണ്. ദെൻ നമ്മളതിൽ വാല്യൂ കൊടുത്തു. എക്ക് ഞാൻ 1/2² +B² = 1/2². 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ 4 ആണ്. ഇതിനെ നമ്മൾ മാറ്റണം. ഇതിനെ നമ്മൾ എങ്ങനെ മാറ്റുക? ഇതിനെ നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ എങ്ങനെ മാറ്റുക? ഓക്കെ, നമ്മളിതിനെങ്ങനെ മാറ്റുക? ആദ്യം താഴത്തെ നമ്പറായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 × 2 എന്നിട്ട് മുകളിലത്തെ നമ്പർ കൂട്ടുക. അപ്പോൾ 3/2 എന്ന് വരും. ഇനി ഇതിൻ്റെ സ്ക്വയർ കാണണം. 3ൻ്റെ സ്ക്വയർ എത്രയാണ്? 9 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണ്. ഇനി നമുക്ക് ഈ 1/4 അപ്പുറത്ത് കൊണ്ടുവരാം. 1/4 ഇപ്പുറത്ത് വരുമ്പോൾ എന്താവും? 1/4 ഇപ്പുറത്ത് വരുമ്പോൾ മൈനസ് ആവും. ഇനി ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ആ ഡിനോമിനേറ്റർ തന്നെ എഴുതുക. ന്യൂമറേറ്ററുകൾ തമ്മിൽ ചെയ്യുക. 9 ന്ന് 1 പോയാൽ 8 കിട്ടും. 8/4 2 കിട്ടും. അപ്പോൾ B² 2 ആണെന്നുണ്ടെങ്കിൽ ബി എത്രയാ? √2 ആണ്. ഓക്കെ, √2 മീറ്റർ ആണ്. ഇനി √2ൻ്റെ വാല്യൂ നമുക്ക് ഇട്ട് കൊടുക്കണം. കാരണം കറക്റ്റ് ടു സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 3 പോയിന്റ് വരെ എടുത്തു. √2ൻ്റെ വാല്യൂ 1.414. ഈ √2ൻ്റെ √3യുടെയും വാല്യൂ നമ്മൾ കാണാപ്പാടം പഠിച്ചു വെക്കുക കേട്ടോ. √2ൻ്റെ 1.414, √3ൻ്റെ 1.732. √3 എത്രയാ? 1.732 ആണ് √3 കേട്ടോ. 1.732 ആണ് √3. √2 1.414. ഇനി നമുക്ക് പെരിമീറ്റർ കാണാമല്ലോ. പെരിമീറ്റർ എന്ന് കഴിഞ്ഞാൽ എല്ലാ സൈഡും കൂടി ആഡ് ചെയ്യുന്നതാണ് പെരിമീറ്റർ. ഒരു 1/2 മീറ്റർ ഉണ്ട്, ഒരു 1.5 മീറ്റർ ഉണ്ട്, പിന്നെ ഒരു 1.414 മീറ്ററും ഉണ്ട്. 1.5ക്ക് 1/2 കൂട്ടിയാൽ 2 ആയി. അപ്പോൾ 2 + 1 1.44 പറയുമ്പോൾ 2ക്ക് 1 കിട്ടുമ്പോൾ 3. അപ്പോൾ 3.4144 മീറ്റർ. മീറ്ററിനെ എങ്ങനെ സെൻറ്റിമീറ്റർക്ക് മാറ്റുക? 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 2 മീറ്റർ എന്ന് പറയുമ്പോൾ 200 സെൻറ്റിമീറ്റർ ആണ്. 3 മീറ്റർ എന്ന് പറയുമ്പോൾ 300 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്റർക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ 3.414നെ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെ വരും. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? ഇവിടെയുള്ള പോയിന്റ് ഇതാ 2 നമ്പർ മുമ്പിലോട്ട് മാറും. ഇല്ലെങ്കിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 0 കളയുക, പോയിന്റും കളയുക. 3414നെ 1 കൊണ്ട് ഗുണിച്ചാൽ 3414 എന്ന് കിട്ടും. ഇനി 2 0 അല്ലേ? ആ 2 0 ഇട്ട് കൊടുക്കുക. അതിനുശേഷം 3 സ്ഥാനം മാറ്റിയിട്ട് പോയിന്റ് കൊടുക്കുക. അപ്പോൾ 1 2 3 കണ്ടോ? 341.4. അപ്പോഴും നമുക്ക് സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. ഓക്കെ, ഈ 2 മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ ചെയ്യാം കേട്ടോ. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 നമ്പർ മുമ്പിലോട്ട് മാറിയാണ്ട് 341.4 സെൻറ്റിമീറ്റർ എന്ന് വരും. നമ്മളോട് കറക്റ്റ് ടു സെൻറ്റിമീറ്ററിൽ കാണാനല്ലേ പറഞ്ഞത്? നമുക്ക് കറക്റ്റ് ടു സെൻറ്റിമീറ്റർ കിട്ടി. ഓക്കെ, അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ 2 സൈഡ് തന്നു, ഹൈപ്പോട്ടനസും ഒരു സൈഡും തന്നു. പൈതഗോറസ് വെച്ചുകൊണ്ട് മൂന്നാമത്തെ സൈഡ് കാണുക. ദെൻ 3 സൈഡ് കൂട്ടിയാൽ പെരിമീറ്റർ കിട്ടും. ദെൻ മീറ്ററിനെ സെൻറ്റിമീറ്ററിലോട്ട് മാറ്റി. ഓക്കെ,
ഇനി അടുത്തൊരു ചോദ്യം, ദ പിക്ചർ ബിലോ ഷോസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കട്ട് ഇൻ ടു 2 ട്രയാങ്കിൾസ് എലോങ് എ ലൈൻ ത്രൂ ദ മിഡിൽ. ഒരു സമഭുജ ത്രികോണത്തിന് ഒരു മൂലയിലൂടെ മുറിച്ച് 2 സമഭാഗങ്ങളാക്കിയതാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദിസ്? ഇവയിൽ ഒന്നിൻ്റെ ചുറ്റളവ് എത്രയാണ്, എത്ര മീറ്റർ ആണ്? ഹൗ മച്ച് ഈസ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ? മുഴുവൻ ത്രികോണത്തേക്കാൾ ചുറ്റളവ് എത്ര കുറഞ്ഞു? ഈ 2 ചോദ്യങ്ങളാണ് നമുക്കിതിലുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്കിതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബേസ് എത്രയായിരിക്കും? 1 ആയിരിക്കും. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. ഇതവിടെ ശ്രദ്ധിക്കട്ടോ. ഞാൻ ഈ മാർക്ക് ചെയ്യുന്ന സൈഡ്, ഇതാണ് ബേസ് എന്ന് പറയുന്നത്. ഇത് മിഡിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്, സെൻറ്ററിലാണ് കട്ട് ചെയ്തിട്ട് നടുക്കാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 2 സമഭാഗങ്ങളാക്കി എന്നാണ് പറഞ്ഞത്, തുല്യമായിട്ട് മുറിച്ചു എന്നാണ് പറയുന്നത്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആകുമ്പോൾ ഈ നീളം മുഴുവനായിട്ട് എത്രയാണ്? 2 ആണ്. എല്ലാ സൈഡും ഈക്വൽ ആണല്ലോ. അപ്പോൾ ഈക്വലായിട്ട് മുറിക്കുമ്പോൾ ഇവിടെ 1 എന്ന് വരും. അങ്ങനെയാണ് ഞാൻ ബേസിനെ 1 എടുത്ത്. ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് വൺ ഓഫ് ദിസ് ട്രയാങ്കിൾ? ഒരെണ്ണത്തിൻ്റെ പെരിമീറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരെണ്ണത്തിൻ്റെ മൂന്നാമത്തെ സൈഡ് കാണണം. ഇത് 2 എണ്ണാക്കി മുറിച്ചപ്പോൾ നമുക്ക് കിട്ടിയത് ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? രണ്ടും ഓരോ റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലേ? അപ്പോൾ പൈതഗോറസ് വെച്ചാണ്ട് നമുക്ക് ഇതിൻ്റെ മൂന്നാമത്തെ സൈഡ് കാണാമല്ലോ. എന്താണ് പൈതഗോറസ്? a² + b² = h² എന്നാണ്. ഓക്കെ, എച്ചിനെ ഹൈറ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. എച്ച് ഹൈപ്പോട്ടനസ് ആണ്. ഇവിടെ ഹൈപ്പോട്ടനസ് തന്നിക്കണോ? ഇവിടെ അല്ലേ 90 ഡിഗ്രി വരിക? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് തന്നിട്ടില്ലേ നോക്കിയേ. അപ്പോൾ ഹൈപ്പോട്ടനസ് തന്നിക്കണം. ഒരു സൈഡ് 1 തന്നിക്കണം, ഞാനത് കൊടുത്തു. ബിക്കാണ് ഞാൻ 1 കൊടുത്ത്, ബേസ് എന്നുള്ള രീതിയിൽ ബിക്ക് കൊടുത്തു. ഓക്കെ, അപ്പോൾ a² + 1² = 2² ആയി. 1ൻ്റെ സ്ക്വയർ 1 ആണ്, 2ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. ഇനി ഈ +1നെ പുറത്ത് കൊണ്ടുവരാം. +1 ഇപ്പുറം വരുമ്പോൾ എന്താവും? -1 ആവും. 4 1 പോയാൽ എത്രയാണ്? 3 ആണ്. അപ്പോൾ a² = 3 എന്ന് കിട്ടും. അതിൽ നിന്ന് a = √3 എന്ന് കിട്ടും. എയുടെ വാല്യൂ എത്രയാണ്? √3 എന്ന് കിട്ടും. √3യുടെ വാല്യൂ ഞാൻ കൊടുത്തു 1.73. കാരണം എത്ര കുറഞ്ഞു അല്ലെങ്കിൽ എത്ര കൂടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് കിട്ടാനും വേണ്ടിയിട്ട് ഞാൻ √3യുടെ വാല്യൂ കൊടുത്തു 1.73. ഇനി അടുത്ത നമുക്ക് ചെറിയ ത്രികോണത്തിൻ്റെ പെരിമീറ്റർ കാണണം. ഹൈറ്റ് കിട്ടി 1.73 ആണെന്നുള്ളത്. എന്താ പെരിമീറ്റർ കാണാൻ ഇക്വേഷന്? 3 സൈഡ് കൂട്ടിയാൽ മതി. ഇവിടെ 1 ആണ്, ഇവിടെ 1.73 ആണ്. ഓക്കെ, അപ്പോൾ ഈ 3 സൈഡും കൂടി കൂട്ടുക. 2 + 1 + 1.73. 2ക്ക് 1 കൂട്ടിയാൽ 3 കിട്ടും. 3ക്ക് 1 കൂട്ടിയാൽ 4 കിട്ടും. 4ക്ക് 7.3 കൂട്ടിയാൽ 4.73 കിട്ടും. ഓക്കെ ഓക്കെ, പോയിന്റ് സംഖ്യകൾ എങ്ങനെ കൂട്ടുക? പോയിന്റ് ഇല്ലാത്ത നമ്പറിനെ ആദ്യത്തെ നമ്പറിൻ്റെ കൂടെ കൂട്ടണം കേട്ടോ. ഇങ്ങനെയാണ് എഴുതുക. പോയിന്റ് ഇല്ലാത്ത നമ്പർ ആ നമ്പറുകളുടെ കൂട്ടത്തിൽ കൂട്ടുക. 2 1 3 1 4, അപ്പോൾ 4.73. ഇനി ഇതെന്താ ചോദിച്ചിട്ടുള്ളത്? ഹൗ മച്ച് ഈസ് ലെസ് ദാൻ ദ പെരിമീറ്റർ ഓഫ് ദ ഹോൾ ട്രയാങ്കിൾ? ആകെയുള്ള ത്രികോണത്തിൻ്റെ എത്ര കുറവാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആകെയുള്ള ത്രികോണത്തിൻ്റെ പെരിമീറ്റർ കാണണ്ടേ? ഇതൊരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഒരു സൈഡ് 2 ആകുമ്പോൾ എല്ലാ സൈഡും കൂടി കൂട്ടിയാൽ മതി അല്ലേ? 2 + 2 + 2 നമുക്ക് എത്ര കിട്ടും? 6 കിട്ടും. ഇനി ഈ 6ന്ന് എത്ര കുറഞ്ഞു എന്നല്ലേ? ഈ 6ന്ന് 4.73 കുറക്കണം. ഞാനിവിടെ കുറക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോണേ. കൂട്ടുമ്പോൾ നമ്മൾ ഡയറക്റ്റ് കൂട്ടിപ്പോയി, നല്ല സുഖമായിരുന്നു. കുറക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. 6ന്ന് 4.73 ആണ് കുറക്കുന്നത്. ഇവിടെ നമ്പർ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ? പോയിന്റ് ഇട്ടിട്ട് 2 0 ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സാധാരണ മൈനസ് ചെയ്യുന്നത് 0 നിന്ന് പോകുമോ? ഇല്ല. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കടെടുത്ത് വരണം. ഇവിടെ 5 ആകും, ഇവിടെ 10 ആയി. പിന്നെ അതിൽ നിന്ന് അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടെ 9 ആകും, ഇവിടെ 10 ആകും. 10 നിന്ന് 3 പോയാൽ എത്രയാണ്? 7. 9 നിന്ന് 7 പോയാൽ എത്രയാണ്? 2. എന്നിട്ട് ഇവിടെ പോയിന്റ് ഇട്ടു. ഓക്കെ, 5 നിന്ന് 4 പോയാൽ എത്രയാ? 1. 7 3 10, 7 2 9 1 10ക്ക് 0 ഇഷ്ടം 1, 4 1 5 1 6. കണ്ടോ? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1.27 എന്ന് കിട്ടി. അപ്പോൾ എത്ര കുറഞ്ഞു? 1.27 എന്ന് നമുക്ക് പറയാം. ഹൗ മച്ച് ഇറ്റ് ഈസ് ലെസ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ? മുഴുവൻ ത്രികോണത്തിൻ്റെ ചുറ്റളവ് എത്ര കുറഞ്ഞു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് 6.473 മൈനസ് ചെയ്യുമ്പോൾ 1.27 കുറഞ്ഞു അല്ലേ? 6ന്ന് 4.73 മൈനസ് ചെയ്യണ ഞാൻ കാണിച്ചു തന്നു. അപ്പോൾ എത്ര കുറഞ്ഞു? 1.27 മീറ്റർ എന്ത് ചെയ്തു? സബ്ട്രാക്റ്റഡ് ആയി, അല്ലെങ്കിൽ മൈനസ് ആയി, അല്ലെങ്കിൽ കുറഞ്ഞു എന്ന് പറയാം. അതായത് ടോട്ടൽ ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററിൽ നിന്നും 1.27 മീറ്റർ എന്ത് ചെയ്തു? കുറഞ്ഞു. ഓക്കെ.